മക്കളെ 8ാം ക്ലാസ്സിലെ ഫിസിക്സിനെ പറ്റിയിട്ട് നിങ്ങൾ ആലോചിച്ച് പേടിക്കേ വേണ്ട. സിമ്പിളാണ്. നിങ്ങൾ ആകെ എന്താ ചെയ്യേണ്ടത്, ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് മുൻകൂട്ടി കണ്ടിട്ട് ആയുധങ്ങളൊന്ന് റെഡിയാക്കി വെച്ചാൽ മതി. ഞാൻ റെഡിയാക്കി തരാം. നിങ്ങൾ ഇതിൻ്റെ കൂടെ പഠിച്ചോ. ഹാപ്പി അല്ലേ? സെറ്റ് അല്ലേ? ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ മക്കൾ ഒന്ന് ലൈക്ക് അടിക്കുക, എന്തെങ്കിലും ഒരു നല്ല കമന്റ് ചെയ്യുക, ഒരു ചലഞ്ചിങ് കമന്റ് ഇടുക. സോ ഗൈസ് ലെറ്റ്സ് സ്റ്റാർട്ട്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, എൻ്റെ കൂടെ പഠിക്കണേ. ഓരോ ചോദ്യം കഴിയുമ്പോഴും വീഡിയോ പോസ് ചെയ്യുക, സ്വയം പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇഫ് എൻ ഒബ്ജെക്ട് ട്രാവൽസ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം ഇറ്റ് ഈസ് ഡാഷ്. മാഷ് ഇത് എന്താ? ഒരു വസ്തു തുല്യമായ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്താ വിളിക്കാന്ന്? എടാ, ഒരേ സമയത്ത് ഒരേ ദൂരം, അതിന് നമ്മൾ എന്താ വിളിക്കുക? ഒരേ മാതിരിയാണ് പോകുന്നത്. സമപ്രവേഗം എന്നല്ല, സമവേഗം, യൂണിഫോം സ്പീഡ്. സോ ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, എക്സാമിന് ചിലപ്പം യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡിനും എക്സാമ്പിൾ ചോദിക്കും. ഒരേപോലെ പോവാണെന്നുണ്ടെങ്കിൽ, സ്പീഡ് കൂടുന്നില്ല കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? യൂണിഫോം സ്പീഡ്. അങ്ങനെ പഠിച്ചോ. ഞാൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞുതരാം. ക്ലോക്കിന്റെ സൂചി, അത് യൂണിഫോം സ്പീഡാണോ നോൺ യൂണിഫോം സ്പീഡാണോ? സമവേഗമാണോ അസമവേഗമാണോ? സാർ എന്താ പറഞ്ഞത്? എപ്പോഴും ഒരേ സ്പീഡിലാണെങ്കിൽ യൂണിഫോം സ്പീഡ്. എടാ, ക്ലോക്കിലെ സൂചി അങ്ങനെയല്ല പോവുക. അല്ലാതെ ചില സമയത്ത് നിങ്ങൾ കാണാത്തപ്പം സ്പീഡ് കൂട്ടുമോ? ഇല്ല, എപ്പോഴും ഒരേ മാതിരിയാണ് പോവുക. അപ്പം നമ്മൾ പറയും ക്ലോക്കിലെ സൂചിയുടെ ചലനം, മോഷൻ എന്താടാ? അത് യൂണിഫോം സ്പീഡാണ്. ഇനി ഫോർ എക്സാമ്പിൾ അടുത്ത് നോക്ക്. ഒരു ബോൾ ഞാൻ ഉരുട്ടി വിട്ട് നീരിക്കുക, തറയിലൂടെ ഉരുട്ടി വിട്ട് നീരിക്കുക. എ ബോൾ ഈസ് റോളിംഗ് ഓൺ ദി ഫ്ലോർ. എൻ്റെ മക്കൾ പറ, ഒരു ബോൾ തറയിലൂടെ നിങ്ങൾ ഉരുട്ടി വിടുകയാണെങ്കിൽ അത് എപ്പോഴും ഒരേ സ്പീഡിലാണ് പോവുക. ഒരേ സ്പീഡിൽ പോവുകയാണെങ്കിൽ അത് റോട്ടുമ്പോൾ കൂടെ എങ്ങനെ എവിടേക്ക് കീഴിലെത്തൂലേ? സോ എൻ്റെ മക്കൾ മനസ്സിലാക്കുക, അല്ല, അതിന് സ്പീഡ് കുറയുന്നുണ്ട്. അപ്പോൾ അത് എന്തിൻ്റെ എക്സാമ്പിളാണ്? നോൺ യൂണിഫോം സ്പീഡ്, അസമവേഗം. സിമ്പിൾ. സോ നമ്മൾ യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും തമ്മിൽ വ്യത്യാസം പഠിച്ചേ. ഒരേ സ്പീഡാണെങ്കിൽ യൂണിഫോം സ്പീഡ്, സമവേഗം, സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോൺ യൂണിഫോം സ്പീഡ്. സെറ്റ് ആണെങ്കിൽ ലൈക്ക് അടിക്കണം, നല്ലൊരു കമന്റ്. സിമ്പിൾ, ഹമ്പിൾ, നിസ്സാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരട്ടെ. സാർ എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഫൈൻഡ് ഔട്ട് ദി ഓഡ് വൺ ഫ്രം ദി ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന്. മിക്കവാറും ഇങ്ങനത്തെ കേസിൽ എന്താവും അറിയാം എനിക്ക്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും തരും, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റും ഡിറൈവ്ഡ് യൂണിറ്റും തരും. അടിസ്ഥാന അളവ്, വിൽപ്പന അളവ്. നോക്ക്, നിങ്ങളിങ്ങനെ ഓരോന്നും ഇങ്ങനെ നോക്കിയാൽ മതി. ശ്രദ്ധയിൽ ആരാ? ഏരിയ, പരപ്പളവ്. എൻ്റെ മക്കൾ പറ, ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഏതളവാ? സർ, ആ 7 ആൾക്കാരില്ലടാ, എസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 7 ആൾക്കാരാ. ആ 7 ആൾക്കാരിൽ പെടാത്ത എല്ലാവരും എന്താ? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാ. സോ ഏരിയ എന്ന് പറഞ്ഞാൽ അത് ആ 7ൽ പെടാത്ത ആളാണ്, അത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്, വിൽപ്പന അളവാണ്. ആദ്യം ആ 7 ആൾക്കാരുടെ പേര് ഓർമ്മ വേണം. ലെങ്ത്, മാസ്, ടൈം. നീളം, മാസ്, സമയം. കറന്റ്, താപനില. പിന്നെ അതാ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, പദാർത്ഥത്തിന്റെ അളവ്. പിന്നെ ഏതായിരുന്നു? ഇലക്ട്രിക്കാരനെ പറഞ്ഞ് ടെമ്പറേച്ചർ, താപനില. പിന്നെ ലൂമിനസ് ഇന്റൻസിറ്റി, പ്രകാശ തീവ്രത. ഇതല്ലാത്ത ആൾക്കാരൊക്കെ വേറെ ടീമാ. സർ, വോളിയം ആ 7ൽ പെടുന്ന ആളല്ല. സോ അതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്, വിൽപ്പന അളവാണ്. ഡെൻസിറ്റി, സാന്ദ്രത ആ 7ൽ പെടുന്ന ആളല്ല. സോ അതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അപ്പൊ അതിൽ കൂട്ടത്തിൽ പെടാത്ത ആൾ മാത്രമാണടാ ലെങ്ത്, നീളം. നീളം ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാണ്, അടിസ്ഥാന അളവാണ്. സിമ്പിൾ. അടുത്ത ദിവസം നോക്കടാ. സർട്ടൈൻ റൂൾസ് മസ്റ്റ് ബി ഫോളോഡ് വൈൽ റെക്കോർഡിംഗ് യൂണിറ്റ്സ്. യൂണിറ്റുകൾ എഴുതുന്ന സമയത്ത് ചില നിയമങ്ങൾ നമ്മൾ പാലിക്കണം. ഓ, നമ്മളൊക്കെ പാലിക്കണം സാറേ, നിയമം അങ്ങനെയാണ് മാഷേ. വൈൽ റെക്കോർഡിംഗ് യൂണിറ്റ്സ്, ഫൈൻഡ് ആൻഡ് ദ കറക്റ്റ് എറേഴ്സ് ഇൻ ദി റെക്കോർഡിംഗ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് എൻ എക്സ്പ്ലനേഷൻ ഫോർ ഇറ്റ്. ഇതിൽ തെറ്റായതൊക്കെ മാറ്റി എഴുതാൻ ഇങ്ങോട്ട് വിശദീകരിക്കാനാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. നമ്മളിങ്ങനെ വലിയ പൈസക്കാരല്ല, നമ്മൾ ഓരോ തെറ്റുകളും കണ്ടെത്താൻ വേണ്ടി പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഇതെന്താ സാറേ? 300 കെൽവിൻ. 300 കെൽവിൻ ഏതാ മാഷേ? കെൽവിൻ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റിന്റെ പേരല്ലേ, ഒരു ശാസ്ത്രജ്ഞന്റെ പേരല്ലേ, ഒരു ഇത്തിരി ബഹുമാനം വേണ്ടേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം, 300 കെൽവിൻ. സോ ആൻസർ എന്താടാ? 300 കെൽവിൻ. അതൊരു സയന്റിസ്റ്റിന്റെ നെയിം ആണെന്ന് മനസ്സിലാക്കുക. സാർ അടുത്ത് നോക്ക്. 2 കിലോഗ്രാം. എന്താ മാഷേ ഇത്? നിങ്ങളോട് സയന്റിസ്റ്റിനെ ബഹുമാനിക്കാനല്ലേ പറഞ്ഞേ, അല്ലാതെ കിലോഗ്രാം ഒരു സയന്റിസ്റ്റ് ഒന്നും അല്ലല്ലോ. ബഹുമാനം വേണ്ട, ക്യാപിറ്റൽ ലെറ്റർ ഒന്നും വേണ്ട. സോ 2 സ്മോൾ ലെറ്റർ കെ, സ്മോൾ ലെറ്റർ ജി. സാർ ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. ഞാൻ അടുത്ത് നോക്കടാ. 12 ന്യൂട്ടൺ. ദയവേ ഇതിൻ്റെ മക്കൾ മനസ്സിലാക്കുക. ബഹുമാനിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഫുള്ള് ബഹുമാനിക്കലായി. സിമ്പിൾ എഴുതുമ്പോൾ മാത്രമാണ് ബഹുമാനിക്കൽ, പ്രതീകം എഴുതുമ്പോൾ മാത്രമാണ് ബഹുമാനിക്കൽ. അല്ലാതെ നീട്ട് എഴുതുമ്പോൾ ബഹുമാനിക്കണോ? വേണ്ട. അപ്പം നമ്മൾ എന്താ എഴുതേണ്ടത്? 12 ന്യൂട്ടൺ. 12 ന്യൂട്ടൺ. സോ സിമ്പിൾ എഴുതുന്ന സമയത്ത് മാത്രം എഴുതിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? 12 ന്യൂട്ടൺ എന്ന് സ്മോൾ ലെറ്ററിലാണ് എഴുതേണ്ടത്. സോ ഇതും തെറ്റാണ്. ഞാൻ അടുത്ത് നോക്ക്. 1.5 നാനോമീറ്റർ. നാനോ എന്ന് പറഞ്ഞ ഒരാളാ, ഒരു കാറിന്റെ പേരാ, അല്ല ആളെ പേരൊന്നല്ലല്ലോ. സോ അതിനും സ്മോൾ ലെറ്റർ മതി. 1.5. പിന്നെ നമ്പർ എഴുതിയാൽ ഒരു ഗ്യാപ്പ് എടുക്കണം. നാനോമീറ്റർ. നാനോമീറ്റർ. ഞാൻ അവിടെയും ക്യാപിറ്റൽ ലെറ്റർ ആണല്ലോ ഉപയോഗിച്ചത്, പാവഞ്ഞ്. 1.5 നാനോമീറ്റർ. വാവ്, സിമ്പിൾ, ഹമ്പിൾ, നിസ്സാരം. ബുദ്ധിമുട്ടൊന്നും ആയിരിക്കില്ലല്ലോ. സാർ അടുത്ത ദിവസം നോക്ക്. അപ്പോൾ ഇതും തെറ്റാണ് ഞാൻ പറഞ്ഞേ. 20 മീറ്റർ. ഇത് ശരിയാണോ തെറ്റാണോ? എടാ, എപ്പോഴും മനസ്സിലാക്കുക, നമ്പറും യൂണിറ്റും ഒരുമിച്ച് എഴുതാൻ പാടില്ല. ഒരു കച്ചറ ഉണ്ടാക്കും, ഒരു ഗ്യാപ്പ് കൊടുക്കുക. അപ്പം ശരി എന്താ? 20 ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് മീറ്റർ എന്ന് എഴുതുക. എളുപ്പമല്ലേ? ബുദ്ധിമുട്ടൊന്നും ആർക്കില്ലല്ലോ. നമ്മൾ എളുപ്പത്തിൽ പഠിച്ചടാ. സോ അതാണ് യൂണിറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതുപോലെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചാനലുണ്ട്, ഫിസിക്സ് വിത്ത് ദാനിസ് സർ.
ഞാനും ഉണ്ടാവും, നിങ്ങളും ഉണ്ടാവും. ഞാൻ നേരത്തെ ഏതോ വീഡിയോയിലും പറഞ്ഞതാ, നിങ്ങൾക്ക് ഞങ്ങളെ കൂടെ കൂടണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഉണ്ടായിരിക്കും ഒരു ചാനലിന്റെ ലിങ്ക്. ചിലപ്പോൾ എജുപോർട്ടിന്റെ ചാനലായിരിക്കും ഉണ്ടാവുക, അതിൽ ജോയിൻ ചെയ്തോ ഞാൻ അയച്ചുതരാം. സോ എല്ലാവരും ഇതിന്റെ കമന്റ് ബോക്സ് പോയി നോക്കണം കേട്ടോ. ഇതിലൊരു A+ ഗ്രൂപ്പും ഉണ്ടാവും, ഒരു കമ്മ്യൂണിറ്റി ചാനലും ഉണ്ടാവും. രണ്ടും ഫോളോ ചെയ്ത് വെക്കുക. ഞാൻ അതിൽ നിങ്ങൾക്ക് ലിങ്ക് അയച്ചിട്ടുണ്ട്. സെറ്റ് അല്ലേ? സോ എൻ്റെ മക്കൾ നോക്കണം. അടുത്തത് നല്ലൊരു ചോദ്യമാണ്, പ്രധാനപ്പെട്ട ക്വസ്റ്റൻ ആണ്. ഒരാൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ, ഒരാൾ ഇങ്ങനെ ഉണ്ട്. ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് പോയിട്ടുണ്ട്, പിന്നെ അവിടുന്ന് സിയിലേക്കും പോയിട്ടുണ്ട്. സോ എന്ന് ആദ്യം എങ്ങോട്ടാ പോയത്? ബിയിലേക്ക് പോയി. പിന്നെ എങ്ങോട്ടാ മക്കളെ പോയത്? സിയിലേക്ക് പോയി. എന്നിട്ട് മക്കളോട് ചോദിക്കുകയാണ്, ഹൗ ഫാർ ഡിഡ് ദ ഒബ്ജക്റ്റ് ട്രാവൽ? ഈ വസ്തു എത്ര ദൂരം സഞ്ചരിച്ചു? ആദ്യം അയാൾ എന്ന് ബിക്ക് 120 മീറ്റർ സഞ്ചരിച്ച് അല്ലേ. പിന്നെ ബിന്ന് സിക്ക് 60 മീറ്റർ സഞ്ചരിച്ച്. എൻ്റെ മക്കൾ പറ 120 60 എത്ര? 0 0 0 2 6 8 1 180 മീറ്റർ ആണ് അയാൾ സഞ്ചരിച്ചത്. വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. സോ ഇയാൾ സഞ്ചരിച്ചത് 180 മീറ്റർ ആണ്. ഹാപ്പി അല്ലേ? ഇനി അടുത്ത ദിവസം നോക്കണം, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ്? ദൂരത്തിന്റെ SI യൂണിറ്റ് എന്താണ്? എന്താ മക്കളെ ദൂരത്തിന്റെ SI യൂണിറ്റ്? ലെങ്ത് ആയാലും ഡിസ്റ്റൻസ് ആയാലും അതിൻ്റെ ഒക്കെ SI യൂണിറ്റ് മീറ്റർ ആണ്. സോ മീറ്റർ ആണ് ഉത്തരം. ഇനി അടുത്ത ദിവസം നോക്ക്, ഇഫ് ദിസ് ഒബ്ജക്ട് ട്രാവൽസ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ്. ഇയാൾ ഒരേ സ്പീഡിലാണ് പോയത്. ഒരേ സ്പീഡാണെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? യൂണിഫോം സ്പീഡ്, സമവേഗമാണെങ്കിൽ. ആൻഡ് റീച്ചസ് എ ടു സി ഇൻ 20 സെക്കൻഡ്. 20 സെക്കൻഡ് കൊണ്ടാണ് പൊന്നു മാഷേ ഇയാൾ എവിടെ എത്തിയത്? ഇയാൾ ആ അപ്പുറത്തെത്തിയത്. ഇവിടുന്ന് അങ്ങോട്ട് 20 സെക്കൻഡ് കൊണ്ടാണ് എത്തിയത് എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ഇറ്റ് സ്പീഡ്? ഇയാളുടെ വേഗത എത്രയാണ്? ഞാൻ എൻ്റെ മക്കളുടെ ആ ട്രയാങ്കിൾ പഠിക്കാൻ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഏതായിരുന്നു ആ ട്രയാങ്കിൾ? DTS. എന്ത് രസമാണ് ഫിസിക്സ്. DTS. എൻ്റെ മക്കൾ പറ, സ്പീഡ് ഈസ് ഈക്വൽ ടു സ്പീഡ് പൊത്തി പിടിക്കുക. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. വേഗത ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയം. മാഷേ ദൂരം എത്ര? അയാൾ മൊത്തം 120 60 180 മീറ്റർ പോയി മാഷേ. സമയം എത്ര? അത് 20 സെക്കൻഡ് കൊണ്ടാണ്. ഈ 0 വിട്ടുക. അപ്പൊ ആരായി? 18/2. ഒരു സംഖ്യനെ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ പകുതി. 18ന്റെ പകുതി എത്ര മക്കളെ? 9. ഉത്തരം എഴുതി കഴിഞ്ഞാൽ യൂണിറ്റ് എഴുതണം. വേഗതന്റെ യൂണിറ്റ് എന്താ? സ്പീഡ് അല്ലെങ്കിൽ വേഗതന്റെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. വാവ്, സിമ്പിൾ, ഹമ്പിൾ, നിസ്സാരം, എളുപ്പല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. നല്ല രസാടാ. നിന്റെ മക്കളോട് ചോദിക്കുന്ന, വാട്ട് ഈസ് ദിസ് സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ ഹവർ? ഇൻ കിലോമീറ്റർ പെർ ഹവർ. നേരെ തിരിച്ചിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം. കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇൻറ്റു 5/18 ആണ്. എന്നാൽ ചെറുതിനെ വലുതിലേക്ക് ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടി? ഇൻറ്റു 3.6 ചെയ്താൽ മതി. സോ എൻ്റെ മക്കൾ ഇത്ര മാത്രം ഇവിടെ പഠിച്ചോ. പുതിയൊരു വിവരം പഠിച്ചോ. മീറ്റർ പെർ സെക്കൻഡിനെ വലുതിലേക്ക് മാറ്റാൻ, കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ, ഇത് മായ്ക്കാൻ ബുദ്ധിമുട്ടാണ്. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ഹവറിലേക്ക് മാറ്റാൻ ആ സംഖ്യനെ 3.6 കൊണ്ട് ഗുണിച്ചാൽ മതി. സോ ആൻസർ എന്താടാ? ഈസ് ഈക്വൽ ടു 9 × 3.6 കിലോമീറ്റർ പെർ ഹവർ. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഉത്തരം കിട്ടും. ഞാനിപ്പോൾ എന്താ ചെയ്യാത്തത്? സമയമില്ല, നമ്മൾ നേരെ അടുത്തേക്ക് പോവാം. സോ ഇത് ചെയ്താൽ എൻ്റെ മക്കൾക്ക് ഉത്തരം കിട്ടും. സോ ഇവിടെ ആകെ എൻ്റെ മക്കൾ എന്താ പഠിക്കേണ്ടത്? വലുതിനെ ചെറുതിലാക്കാൻ കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിച്ചാൽ മതി. ചെറുതിനെ വലുതിലേക്കാക്കാൻ നേരെ തിരിച്ച് 18/5, അതാണ് എന്ത്? മറ്റേ 3.6 കൊണ്ട് ഗുണിച്ചാൽ മതി. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അതും കഴിഞ്ഞ് ഇനി അടുത്ത ദിവസം നോക്കണം, വിച്ച് യൂണിറ്റ് ഈസ് ദ ലാർജസ്റ്റ് എമംഗ് ലൈറ്റ് ഇയർ, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, കിലോമീറ്റർ ആൻഡ് മൈക്രോമീറ്റർ? ഈ ആൾക്കാരിൽ ഏതാണ് വലുത് എന്ന് എൻ്റെ മക്കൾക്ക് അതിന് ആൾക്കാരെ പേരറിയണ്ടേ? നമുക്കറിയാം മീറ്റർ, മീറ്ററിനേക്കാൾ വലുതാണ് കിലോമീറ്റർ, കിലോമീറ്ററിനേക്കാൾ വലുതാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, അതിനേക്കാൾ വലുതാണ് ലൈറ്റ് ഇയർ അല്ലേ? മീറ്ററിനേക്കാൾ ചെറുതേതാടാ? സെന്റിമീറ്റർ. അതിനേക്കാൾ ചെറുതേതാടാ? മില്ലിമീറ്റർ. അതിനേക്കാൾ ചെറുതേതാടാ? മൈക്രോമീറ്റർ. അതിനേക്കാൾ ചെറുതേതാടാ? നാനോമീറ്റർ അല്ലേ? നാനോമീറ്റർ. എൻ്റെ മക്കൾ മനസ്സിലാക്കുക, പ്ലാസ്റ്റിക് ബാഗിൻ്റെ ഒക്കെ കനം അളക്കുന്നത് മൈക്രോമീറ്ററിലാണ്. അപ്പോൾ അതിൽ ഏതാണ് ഏറ്റവും വലുതെന്നാണ് ചോദിച്ചത്. ഇതിൽ ലൈറ്റ് ഇയർ ഉണ്ടോ നോക്കുന്നുണ്ട്. പ്രകാശവർഷമാണ് പൊന്നു മക്കളെ ഇതിൽ ഏറ്റവും വലുത്. എന്താ മക്കളെ പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ? നമ്മുടെ ലൈറ്റ്, പ്രകാശം 1 വർഷം കൊണ്ട് സഞ്ചരിച്ച ദൂരം. ഇറ്റ് ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ലൈറ്റ് ഇൻ 1 ഇയർ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ആദ്യം നേരത്തെ പറഞ്ഞമാതിരി ആ ഓർഡർ ആട്ടോ, ആ ഓർഡർ ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് എക്സാം ചിലപ്പം ചോദിക്കും, സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം എത്രയാണ്? സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അത് 15 കോടി കിലോമീറ്റർ ആണെന്ന് എൻ്റെ മക്കളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ സിമ്പിൾ ആയിരിക്കും. നമ്മൾ പ്രധാനപ്പെട്ട അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാൻ പോവാണേ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ എമംഗ് ദി ഫോളോയിങ്. കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുക, ഇതിൽ ആരാണ് ചലനത്തിലുള്ളത്, ആരാണ് മോഷനിലുള്ളത്? ഞാൻ നിങ്ങളോട് മുമ്പ് ആ പ്രഡിക്ഷൻ എന്നുള്ള വീഡിയോ എടുത്ത സമയത്ത് അതിൽ പറഞ്ഞതാ. ഞാൻ നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കിക്കേ, ഓർമ്മയില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന് നോക്കിക്കേ. നിങ്ങൾക്ക് ഒരാളെ റെസ്റ്റിലും ആക്കാം, മോഷനിലും ആക്കാം. ഇവരെപ്പോഴും ഒരുമിച്ചാണെങ്കിൽ റെസ്റ്റിലായിരിക്കും, എപ്പോഴും ഒരുമിച്ചല്ല എന്നുണ്ടെങ്കിൽ മോഷനിലായിരിക്കും. ഓക്കെ അല്ലേ? തുടങ്ങിയാൽ നമുക്ക്. അപ്പോൾ നമ്മൾ എന്താ ചോദിച്ചത്? ഇതിൽ ആരാണ് മോഷൻ? അപ്പോൾ എപ്പോഴും ഒരുമിച്ചുണ്ടാകാൻ പാടുണ്ടോ? എപ്പോഴും ഒരുമിച്ചുണ്ടെങ്കിൽ റെസ്റ്റില്ല. അപ്പോൾ എപ്പോഴും ഒരുമിച്ചില്ലാത്ത ആൾക്കാരെ നോക്കിയാൽ മതി. ബുക്ക് ഓൺ ദി ടേബിൾ കമ്പയർഡ് ടു ദി ടേബിൾ. അയ്യേ, ബുക്കും ടേബിളും
എപ്പോഴും ഒരുമിച്ചല്ലേ? എപ്പോഴും ഒരുമിച്ചാണെങ്കിൽ മാഷേ റെസ്റ്റിലാണ്, നിശ്ചലാവസ്ഥയിലാണ്. അപ്പൊ ഇതല്ല. ഇനി അടുത്ത് നോക്ക്, ദ എർത്ത് ഇൻ ദ സോളാർ സിസ്റ്റം കമ്പയർഡ് ടു ദി സൺ. സർ, ഭൂമിയും സൂര്യനും തമ്മിൽ താരതമ്യം ചെയ്യുക. എൻ്റെ മക്കൾ പറവർ എപ്പോഴും ഒരുമിച്ചാണോ? അല്ല, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. എപ്പോഴും ഒരുമിച്ചല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? മോഷൻ അല്ലെങ്കിൽ ചലനാവസ്ഥ. അടുത്ത ദിവസം നോക്കുക, ദ എർത്ത് ഇൻ ദ സോളാർ സിസ്റ്റം കമ്പയർഡ് ടു ദി മൂൺ. സാറേ, ചന്ദ്രനെ കമ്പയർ ചെയ്യുമ്പോൾ ആര്? നമ്മുടെ ഭൂമി. എൻ്റെ മക്കൾ മനസ്സിലാക്കടാ, ചന്ദ്രനും ഭൂമി എപ്പോഴും ഒരുമിച്ചാണോ? അല്ല, അവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. എപ്പോഴും ഒരുമിച്ചല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ? മോഷൻ അല്ലെങ്കിൽ ചലനാവസ്ഥ. ദ ട്വിഗ് ഇൻ ദ ബീക്ക് ഓഫ് എ ഫ്ലൈയിങ് പാരറ്റ് കമ്പയർഡ് ടു ദ പാരറ്റ്. ഒരു തത്ത ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണെ. ആ തത്ത പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ തത്തമ്മന്റെ ചുണ്ടിൽ എന്തുണ്ട്? കൊക്കുണ്ട്. കൊക്കുണ്ടെന്ന് ഒരു 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 മരച്ചില്ലുണ്ട്. ഇങ്ങോട്ട് ചോദിക്കുക, ഈ മരച്ചില്ലയും ഈ തത്തയും റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന്? ഞാൻ കൂടെ എന്താ പറഞ്ഞത്? എപ്പോഴും ഒരുമിച്ചുണ്ടോ നോക്കാം. അതും കൊണ്ടല്ലേ തത്ത പറക്കുന്നത്. അപ്പൊ എപ്പോഴും ഒരുമിച്ചാണ്. എപ്പോഴും ഒരുമിച്ചാണെങ്കിൽ എന്താ മക്കളെ? റെസ്റ്റ് ആണ്. സോ ഇത് നിശ്ചലാവസ്ഥയിലാണ്. ആർക്കെങ്കിലും എതിരെ അഭിപ്രായം ഉണ്ടോ? ഇവിടെ ഇത്രമാത്രം എൻ്റെ മക്കൾ ആലോചിച്ചാൽ മതി. എപ്പോഴും ഒരുമിച്ചാണെങ്കിൽ അത് റെസ്റ്റിലായിരിക്കും. സാറേ, എപ്പോഴും ഒരുമിച്ചല്ല, കറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മോഷൻ അല്ലെങ്കിൽ ചലനാവസ്ഥയിലായിരിക്കും. ഒരാൾ പറക്കുമ്പോൾ ഇതും കൊണ്ടാണ് പറക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ ചുണ്ടിൽ എപ്പോഴും ഇതില്ലേ? എപ്പോഴും ഒരുമിച്ചാണെങ്കിൽ റെസ്റ്റിലായിരിക്കും. മതി. വളരെ വളരെ എളുപ്പം. പഠിക്കണേ, എൻ്റെ കൂടെ പഠിക്കണേ. ഒരു മാർക്ക് പോലും നമ്മൾ നഷ്ടമാക്കരുത്. ഫിസിക്സ് നമ്മൾ തൂക്കണം. ഇന്ന് രാത്രി ലൈവിലും വരണം. എല്ലാവരും സെറ്റ് ആക്കണം. എൻ്റെ പേര് ഞങ്ങൾക്ക് ഓർമ്മയില്ലേ? എൻ്റെ പേരാണ് ദാനിഷ്. എടാ നോക്കണം, നല്ലൊരു ചോദ്യമാണ്. എ ബസ് ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്. 20 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഒരു ബസ് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് തന്ന കാര്യങ്ങൾ ഇതാ. സാറേ, ബസ്സിന്റെ വേഗത തന്നിട്ടുണ്ട്. വേഗതക്ക് നമ്മൾ സ്പീഡ് നല്ല പറയണം. സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു ബസ് 20 മീറ്റർ പെർ സെക്കൻഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. ഹൗ ഫാർ ഡസ് ദ ബസ് ട്രാവൽ ഇൻ 50 സെക്കൻഡ്? 50 സെക്കൻഡിൽ ടൈം ഈസ് ഈക്വൽ ടു 50. 50 സെക്കൻഡിൽ ഈ ബസ് എത്ര ദൂരം സഞ്ചരിക്കും? ഹൗ ഫാർ എന്ന് പറഞ്ഞാൽ എന്താടാ? എത്ര ദൂരം സഞ്ചരിക്കും. അപ്പൊ കൂടെ എന്താ ചോദിച്ചേ? ദൂരമാണ് ചോദിച്ചത്. നല്ല ചോദ്യമല്ലടാ, നല്ല ചോദ്യമല്ലേ? എൻ്റെ മക്കൾ എന്താ ചെയ്യേണ്ടത്? പേടിക്കാൻ പാടുണ്ടോ? നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കും. ഏതാ മക്കൾ നമ്മളെ ട്രയാങ്കിൾ? DTS. എന്ത് എളുപ്പാടാ? DTS തുടങ്ങല്ലേ? എൻ്റെ മക്കൾ പറ, ദൂരം കാണാനുള്ള ഇക്വേഷൻ എന്താ? സർ, ദൂരം ഈസ് ഈക്വൽ ടു, ദൂരം അങ്ങോട്ട് പൊത്തി പിടിക്കുക, ടൈം ഇൻറ്റു സ്പീഡ്. നേരാണെങ്കിൽ ഗുണിക്കാന്നാ. ടൈം ഇൻറ്റു സ്പീഡ്. വേഗത ഈസ് ഈക്വൽ ടു ദൂരം ഈസ് ഈക്വൽ ടു സമയം ഇൻറ്റു വേഗത. എൻ്റെ മക്കൾ പറ, സമയം എത്ര? 50 സെക്കൻഡ് ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 20. 50 ഇൻറ്റു 20. ഇത് സൈഡിൽ ചെയ്ത് നോക്കടാ. 2 5 10 ആവും. 2 0 ഇടും. നോക്കണം, 1000 മീറ്റർ ആയിരിക്കും ഉത്തരം കിട്ടുക. വളരെ വളരെ എളുപ്പം. ആർക്കെങ്കിലും എതിരെ അഭിപ്രായം ഉണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എത്രയും നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് കണ്ടോ, ഒരു കുഴപ്പമില്ല. പഠിച്ചാൽ മാത്രം മതി. ഹാപ്പി അല്ലേ? സെറ്റ് അല്ലേ? നമ്മൾ അവസാനത്തെ ചോദ്യങ്ങളിലേക്ക് കിടക്കാൻ പോവാണേ. എന്താ സാർ അടുത്ത ക്വസ്റ്റ്യൻ? ഫോഴ്സസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു 2 ടൈപ്പ്. ബലങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. കോണ്ടാക്ട് ഫോഴ്സ് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലവും. റൈറ്റ് 2 എക്സാമ്പിൾസ് ഫോർ ഈച്ച്. രണ്ടിനും 2 ഉദാഹരണങ്ങൾ പറയാൻ പറ്റുമോ? സിമ്പിൾ അല്ലേ? നമുക്ക് പറയാം, പുഷിങ് എ ഡോർ. ഒരു വാതിൽ തുറക്കുന്നു. ടച്ച് ഇല്ലടാ, അത് കോണ്ടാക്ട് ഫോഴ്സ് ആണ്, സമ്പർക്ക ബലമാണ്. പുഷിങ് എ ട്രോളി. ഒരു ട്രോളി തള്ളുന്നു. ടച്ച് ഇല്ലേ? കോണ്ടാക്ട് ഫോഴ്സ് ആണ്, സമ്പർക്ക ബലമാണ്. എന്നാൽ നിങ്ങൾക്ക് പറയാം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം, തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നത് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്, സമ്പർക്കരഹിത ബലമാണ്. മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ കാന്തിക ബലം, ഒരു ടച്ചും ഇല്ല, അതൊരു നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്, സമ്പർക്കരഹിത ബലമാണ്. റെഡി അല്ലേ? നല്ലൊരു പ്രീമിയം ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. നല്ലൊരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ മക്കളോട് ചോദ്യം ചോദിച്ചെന്താ അറിയാം എനിക്ക്? ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ? എത്ര വെള്ളം കൊള്ളും ഇൻ എ റെക്ടാങ്കുലർ കണ്ടെയ്നർ? ഒരു റെക്ടാങ്കിൾ, ഒരു ചതുരത്തിന്റെ ഒരു പെട്ടിയിൽ വിത്ത് ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് 10 സെന്റിമീറ്റർ ഈച്ച്. അങ്ങോട്ട് നോക്കടാ, എൻ്റെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നേ. ഇതിൻ്റെ ഒരു പെട്ടി ആയതുകൊണ്ട് തന്നെ ഹൈറ്റ് ഒക്കെ ഉണ്ട്. സോ ഇതിന് നീളം 10 ആണ്, വീതി 10 ആണ്, ഉയരം 10 ആണ്. നീളവും വീതിയും ഉയരവും 10 ഉള്ള ഒരു ചെരുപ്പിന്റെ പെട്ടി പോലത്തെ ഒരു പെട്ടി ആയിരിക്കുക. ആ പെട്ടിയിൽ എത്ര വെള്ളം കൊള്ളുന്ന, എത്ര ലിറ്റർ വെള്ളം കൊള്ളുന്ന? എൻ്റെ മക്കൾ ആദ്യം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട, എനിക്ക് ഒരാളിൽ ഉൾക്കൊള്ളുന്ന സ്ഥലത്തിന് നമ്മൾ വോളിയം എന്നാ പറയാം. അപ്പൊ അവിടെ എന്താ ചോദിച്ചത്? വോളിയം കണ്ടെത്താനാ ചോദിച്ചത്, വ്യാപ്തം. എൻ്റെ മക്കൾ മനസ്സിലാക്കുക, വോളിയം എങ്ങനെയാ കണ്ടെത്തുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഈ റൂമിൽ എത്ര ആൾക്കാർ കൊള്ളും, ഈ റൂമിൽ എത്ര വെള്ളം കൊള്ളും, അതൊക്കെ ഇതിന്റെ വോളിയം കണ്ടാൽ മതി, വ്യാപ്തം കണ്ടാൽ മതി. വോളിയം ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്, വ്യുൽപ്പന്ന അളവാണ്, അതിന്റെ യൂണിറ്റ് മീറ്റർ ക്യൂബാണ് കേട്ടോ, മീറ്റർ ക്യൂബാണ്. സോ എൻ്റെ മക്കൾ പറ, ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് അതിന് നീളവും വീതിയും ഉയരമൊക്കെ 10 ആണെന്ന്. സോ 10 ഇൻറ്റു 10 ഇൻറ്റു 10 എത്ര മക്കളെ? 10 ഇൻറ്റു 10 ഇൻറ്റു 10, 1 കഴിഞ്ഞിട്ട് 3 0, 1000 സെന്റിമീറ്റർ ക്യൂബാണ്. 1000 സെന്റിമീറ്റർ ക്യൂബ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ ചോദിച്ചത്? ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ? ഇത് എത്ര ലിറ്റർ ആണെന്ന്.
അതായത് ഈ ചോദ്യം കാണുന്ന ഓരോ കുട്ടിയും മനസ്സിലാക്കണം, 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആണ്, 1 ലിറ്റർ ആണ്. സോ 1 ലിറ്റർ വെള്ളം കൊള്ളും. അപ്പൊ ഈ ചോദ്യത്തിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം, ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടാൽ നമ്മൾ എന്തൊക്കെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്? ഒന്ന്, ഒരാളിൽ ഉൾക്കൊള്ളുന്ന വെള്ളം അല്ലെങ്കിൽ സ്ഥലം എന്ന് പറഞ്ഞാൽ അതിന്റെ വോള്യമാണ്, വ്യാപ്തമാണ്. അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരമാണ്. സാറേ മൂന്നാമത്തെ പോയിന്റ് എന്താ? 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ലിറ്ററിന് തുല്യമാണ്. ഹാപ്പി അല്ലേ? സെറ്റ് അല്ലേ? നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കാൻ പോണേ. അവസാനത്തെ ചോദ്യം, മിനിറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് ടൈം. സമയത്തിന്റെ ഒരു യൂണിറ്റ് ആണ് മിനിറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, മിനിറ്റ് സെക്കൻഡ് ഒക്കെ സമയത്തിന്റെ യൂണിറ്റാ. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ടൈം? സമയത്തിന്റെ SI യൂണിറ്റ് എന്താണ്? മണിക്കൂറാണോ? അല്ല, സമയത്തിന്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. സമയത്തിന്റെ SI യൂണിറ്റ് ഏതാ മക്കളെ? സെക്കൻഡ് ആണ്. അടുത്ത ദിവസം നോക്കടാ, ഹൗ മെനി SI യൂണിറ്റ് ഈസ് എൻ അവർ ഈക്വൽ ടു? ഒരു മണിക്കൂറിൽ എത്ര SI യൂണിറ്റ് ഉണ്ട്? അങ്ങനെ ചോദിച്ചാൽ എന്താ? ഒരു മണിക്കൂറിൽ എത്ര SI യൂണിറ്റ് ഉണ്ട്? എടാ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് അല്ലേ? അപ്പൊ മണിക്കൂറിനെ സെക്കൻഡിലേക്ക് മാറ്റാനാണ് പറഞ്ഞത്. എൻ്റെ മക്കൾ മനസ്സിലാക്കുക, എങ്ങനെ മണിക്കൂറിനെ സെക്കൻഡിലേക്ക് മാറ്റുക? സിമ്പിളാ. മിനിറ്റിന് സെക്കൻഡിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ 1 വട്ടം 60 കൊണ്ട് ഗുണിക്കുക. മണിക്കൂറിന് സെക്കൻഡിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ 2 വട്ടം 60 കൊണ്ട് ഗുണിക്കുക. സോ ആൻസർ എന്താടാ? 1 × 60 × 60. സോ മണിക്കൂറിന് സെക്കൻഡിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? 2 വട്ടം 60 കൊണ്ട് ഗുണിക്കണം. 6 6 36, 2 0 ഉണ്ടല്ലോ, 3600 സെക്കൻഡ് ഉണ്ട് മക്കളെ ഒരു മണിക്കൂറിൽ. ഒരു ദിവസം എത്ര സെക്കൻഡ് ആണ് നിങ്ങൾക്ക് അറിയോ? ഞാൻ ആപ്പിലെ ക്ലാസ്സിലൊക്കെ കാണാതെ പഠിപ്പിച്ചിട്ടുണ്ട്. 86,400 സെക്കൻഡ്. എൻ്റെ മക്കൾ പഠിക്കണം, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണെന്നും കൂടി വെറുതെ പഠിച്ചോ. 86,400 സെക്കൻഡ് ആണ് ഒരു ദിവസം. ഇതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ പഠിച്ച്. സോ എൻ്റെ മക്കൾ ഹാപ്പി അല്ലേ? ഞാൻ ഇതിൽ പറഞ്ഞ ഏതെങ്കിലും പോയിന്റിന് മക്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ ബാക്ക് അടിക്കുക, ഒന്നും കൂടി കാണാം. നമ്മൾ കൂടുതൽ ഡിസ്കഷൻസ് ഒക്കെ അവിടെ നടത്തൂടാ. എജുപോർട്ടിൻ്റെ നമ്മൾ വാട്സപ്പ് ചാനൽ നടത്തും. സോ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് ഫോളോ ചെയ്യുക. കമന്റ് ബോക്സിലുണ്ട്. ഇതേപോലെ കൂടുതൽ കാര്യങ്ങൾ ആസ്വദിച്ച് പഠിക്കാൻ എജുപോർട്ടിൻ്റെ കൂടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓണം ഓഫർ ഉണ്ട് മക്കളെ, നല്ല ഓഫർ ഉണ്ട്. വേഗം എന്ത് ചെയ്യാന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ ഒന്നാമതൊരു ഫോം ഉണ്ടാവും, ആ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. സെറ്റ് അല്ലേ? അപ്പം ഇന്ന് രാത്രി ലൈവിൽ കാണാം. നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, ലൈക്ക് അടിക്കുക, നല്ലൊരു കമന്റ് ഇടുക. ബൈ.